നമസ്കാരം സുഹൃത്തുക്കളെ. പ്രാചീന ഭാരതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കഥകളും മൂല്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് ശാകുന്തളം നമ്മെ കൊണ്ടുപോകുന്നത്. മനുഷ്യനും പ്രകൃതിയും വേർപിരിയാനാവാത്ത ബന്ധത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. പുഷ്പങ്ങൾ, മൃഗങ്ങൾ, മരങ്ങൾ എല്ലാം മനുഷ്യൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കരുതിയിരുന്ന ഒരു ജീവിതം. അതിനിടയിൽ വിരിയുന്ന നിഷ്കളങ്കമായ പ്രണയകാവ്യമാണ് ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ. ഈ പാഠത്തിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വെറുമൊരു നാടകത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് പ്രകൃതി സ്നേഹം, മാനസിക നിഷ്ഠ, ലാളിത്യം, ഉത്തരവാദിത്തം, കരുണ തുടങ്ങിയ മാനസിക ഗുണങ്ങളെ ഊടും പാവും ചേർത്ത് നെയ്തെടുത്ത ഒരു അമരകഥയാണ്. മഹാകവി കാളിദാസന്റെ ഭാഷയുടെ സംഗീതം, കഥാപാത്രങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം, പ്രകൃതിയുടെ സാന്ത്വനപൂർണമായ കരുതൽ, ഇവയെല്ലാം കൂടിച്ചേർന്ന ഒരു അത്ഭുത ലോകത്തേക്കാണ് ഈ കഥ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ ശാകുന്തളം എന്ന പാഠം നിങ്ങൾക്ക് വെറുമൊരു പഠനം മാത്രമായിരിക്കില്ല, അത് ഒരു അനുഭവമായി തീരും. സോ വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്ന 4ാം യൂണിറ്റിൻ്റെ ആദ്യ ചാപ്റ്റർ, വിശ്വവിഖ്യാതമായ ശാകുന്തളം എന്ന നാടക ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Before we begin the actual play, there is a short passage at the top of the chapter that we need to read and understand. So let's read and enjoy. The clear blue sky, sparkling rivers and fragrant flowers speak to us of the joy and serenity in nature. Sparkling, fragrant and serenity. ഈ 3 പുതിയ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഷൈനിങ്, മിന്നുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന എന്നാണ് അതിൻ്റെ മീനിങ്. ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാലോ നല്ല സുഗന്ധമുള്ള, മണമുള്ള, ഹാവിങ് എ പ്ലസൻറ്റ് സ്വീറ്റ് സ്മെൽ, അതാണ് അതിൻ്റെ മീനിങ്. സെറീനിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം അല്ലെങ്കിൽ ആത്മശാന്തി എന്നൊക്കെയാണ്. അപ്പോൾ ദ ക്ലിയർ ബ്ലൂ സ്കൈ, സ്പാർക്ലിംഗ് റിവേഴ്സ് ആൻഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് സ്പീക്ക് ടു us ഓഫ് ദ ജോയ് ആൻഡ് സെറീനിറ്റി ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ നീലാകാശവും മിന്നി വിളങ്ങി ഒഴുകുന്ന നദികളും സുഗന്ധം പരത്തുന്ന പൂക്കളും പ്രകൃതിയിലെ ശാന്തിയും സമാധാനവുമാണ് നമ്മോട് വിളിച്ചു പറയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Shouldn't we live in harmony with Mother Nature? നമ്മൾ പ്രകൃതി മാതാവിനോടൊപ്പം സമാധാനത്തോടെ ജീവിക്കേണ്ടതില്ലയോ? ഹാർമണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനപരമായ സഹവർത്തിത്വം അല്ലെങ്കിൽ ഐക്യം, ഏകത എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് സെന്റൻസ് പറയുകയാണ്, ഇഫ് അവർ ബോണ്ട് വിത്ത് നേച്ചർ ബ്രേക്സ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിസാസ്റ്റർ. പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകരുകയാണെങ്കിൽ അത് മഹാവിപത്തുകൾക്കാണ് വഴിവെക്കുക. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ വിപത്ത് അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ, ദുരന്തം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഡിസാസ്റ്റർ. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ് ടു നേച്ചർ? നമ്മുടെ പൂർവികർക്ക് പ്രകൃതിയോടുണ്ടായിരുന്ന സമീപനം എങ്ങനെയായിരുന്നു? ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർവികർ. ഡിഡ്ന്റ് ദേ ട്രൈ ടു കോ എക്സിസ്റ്റ് വിത്ത് നേച്ചർ? അവർ പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? കോ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേർന്ന്, ഇഴകിച്ചേർന്ന് എന്നാണ് എൻ്റെ മീനിങ്. ഹിയർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം ദ പ്ലേ ശാകുന്തളം ബൈ കാളിദാസ. മഹാകവി കാളിദാസന്റെ ശാകുന്തളം എന്ന നാടകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപത്തെ ചാപ്റ്റേഴ്സിലൊക്കെ കണ്ടതാണ്. ഒരു വലിയ ലേഖനത്തിൽ നിന്നോ നാടകത്തിൽ നിന്നോ അതുമല്ലെങ്കിൽ പദ്യത്തിൽ നിന്നോ തിരഞ്ഞെടുത്ത ചെറിയ ഭാഗത്തിനാണ് എക്സെപ്റ്റ് എന്ന് പറയുന്നത്. പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം. ലെറ്റ്സ് എക്സാമിൻ ഹൗ അവർ ആൻസിസ്റ്റേഴ്സ് ലിവ്ഡ് അറ്റ് ദാറ്റ് ടൈം. ആ കാലത്ത് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാടക രചയിതാവിനെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ നാടകഭാഗത്തിലേക്ക് കടക്കാം. നാടകകൃത്തിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്താണ്. പക്ഷെ നമുക്ക് ആദ്യമേ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അബൌട്ട് ദ ഓഥർ. കാളിദാസ, ഹു റോട്ട് ഇൻ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ്, ഈസ് ഏൻഷ്യന്റ് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. 4ാം നൂറ്റാണ്ടിനും 5ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ച കാളിദാസൻ പുരാതന ഭാരതത്തിൻ്റെ മഹത്തായ കവിയും നാടകകൃത്തുമാണ്. ശുദ്ധ സംസ്കൃതത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ, അതാണ് ക്ലാസിക്കൽ സംസ്കൃത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹിസ് സർവൈവിംഗ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 3 plays, 2 epic poems ആൻഡ് ഷോർട്ടർ വേഴ്സ്. ഇന്ന് വരെ ലഭ്യമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകളിൽ 3 നാടകങ്ങൾ, 2 മഹാകാവ്യങ്ങൾ കൂടാതെ ചെറു കവിതകളും ഉൾപ്പെടുന്നു. കാളിദാസസ് എപ്പിക് ആർ കുമാരസംഭവ ആൻഡ് രഘുവംശ. കുമാരസംഭവവും രഘുവംശവുമാണ് കാളിദാസന്റെ മഹാകാവ്യങ്ങൾ. ഹിസ് അൺപാരലൽഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇസ് മാനിഫെസ്റ്റ് ഇൻ വർക്ക്സ് ലൈക്ക് അഭിജ്ഞാന ശാകുന്തളം ആൻഡ് മേഘദൂത.
അഭിജ്ഞാന ശാകുന്തളത്തിലും മേഘദൂത് എന്നീ കൃതികളിലാണ് സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ രചനാശൈലി തെളിഞ്ഞു നിൽക്കുന്നത്. അൺപാരലൽഡ് എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ അതുല്യമായ. ഈ സംസ്കൃത നാടകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് ആർതർ വില്യംസ് റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടി നമുക്ക് ഒന്ന് നോക്കാം. ആർതർ വില്യം റൈഡർ വാസ് എ പ്രൊഫസർ ഓഫ് സാൻസ്ക്രിറ്റ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ബെർക്ക്ലി. ആർതർ വില്യം റൈഡർ കാലിഫോർണിയ സർവകലാശാലയിലെ ബെർക്ക്ലി ക്യാമ്പസിൽ സംസ്കൃത പ്രൊഫസറായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ട്രാൻസ്ലേറ്റിംഗ് സെവറൽ സാൻസ്ക്രിറ്റ് വർക്ക്സ് ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹം കൂടുതലായി അറിയപ്പെട്ടത് അനേകം സംസ്കൃത കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ പേരിലാണ്. ഇൻ 1905 റൈഡർ ട്രാൻസ്ലേറ്റർ ശൂദ്രക മൃച്ഛഘടിക ആസ് ദ ലിറ്റിൽ ക്ലേ കാർഡ്. 1905 ശൂദ്രക മൃച്ഛഘടിക എന്ന നാടകം അദ്ദേഹം ഇംഗ്ലീഷിൽ ദ ലിറ്റിൽ ക്ലേ കാർഡ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. ഹി ഹാസ് ട്രാൻസ്ലേറ്റഡ് കാളിദാസസ് അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത as well as many other works such as ഭഗവത് ഗീത ആൻഡ് പഞ്ചതന്ത്ര. അദ്ദേഹം കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം, മേഘദൂത് തുടങ്ങിയ കൃതികളും കൂടാതെ ഭഗവത് ഗീത, പഞ്ചതന്ത്രം എന്നിവയുൾപ്പെടെ നിരവധി കൃതികളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനലി ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ പ്ലേ ശാകുന്തളം ബൈ കാളിദാസ. ആക്ട് 1 ദ ഹണ്ട്. നമുക്കറിയാം, സാധാരണ നാടകങ്ങൾ പല രംഗങ്ങളായിട്ടാണ് സജ്ജീകരിക്കാറ്. നമുക്കിവിടെ പാഠ്യവിഷയമായി തന്നിരിക്കുന്നത് ശാകുന്തളം നാടകത്തിലെ 1-ാം ഭാഗം മാത്രമാണ്. അതാണ് ദ ഹണ്ട്. ഹണ്ട് എന്നാൽ വേട്ട എന്നാണ് അർത്ഥം. ഡ്രമാറ്റിക് പെർസോണ, അതായത് ദ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ. കിങ് ദുഷ്യന്ത, രാജാവ് ദുഷ്യന്തൻ. ചാരിറ്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ രഥം ഓടിക്കുന്നവനെയാണ്, അതായത് സാരഥി നമ്മൾ മലയാളത്തിൽ പറയും. പിന്നീടുള്ളത് ശാകുന്തള, ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കണ്വ, അതായത് കണ്വ മഹർഷിയുടെ ദത്തുപുത്രിയാണ്. പിന്നീട് വരുന്നത് അനസൂയ, പ്രിയംവദ എന്ന ശകുന്തളയുടെ 2 സുഹൃത്തുക്കളാണ്. അനസൂയ എന്നാൽ അസൂയ ഇല്ലാത്തവൾ എന്നും പ്രിയംവദ എന്നാൽ പ്രിയം മാത്രം പറയുന്നവൾ, അതായത് അപ്രിയമായതൊന്നും പറയാത്തവൾ എന്നുമാണ് അർത്ഥം കേട്ടോ. 1-ാം രംഗത്തിലെ ആദ്യ ഭാഗം ആരംഭിക്കുകയാണ്. ദുഷ്യന്ത ആൻഡ് ദ ഡിയർ. Enter in a chariot, pursuing a deer, King Dushyanta, bow and arrow in hand, and the charioteer. രഥത്തിൽ കയറി കയ്യിൽ അമ്പും വില്ലും പിടിച്ച് ഒരു മാനിനെ പിന്തുടരുന്ന ദുഷ്യന്ത രാജാവും അദ്ദേഹത്തിൻ്റെ സാരഥിയും രംഗപ്രവേശം ചെയ്യുകയാണ്. Charioteer. Your Majesty, I see you hunt a spotted deer with shafts to end his race. അല്ലേ പ്രഭു, നിങ്ങൾ ആ പുള്ളിമാനിനെ അതിൻ്റെ ഓട്ടം അവസാനിപ്പിക്കുവാനായി അമ്പും വില്ലുമായി പിന്തുടരുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, Charioteer, the deer has led us a long chase. അല്ലയോ സാരഥി, ഈ മാൻ നമ്മെ വളരെ ദൂരം കൊണ്ടെത്തിച്ചിരിക്കുന്നു. And even now his neck in beauty bends as backward looks he sends at my pursuing car that threatens death from far. അവൻ ഇപ്പോൾ പോലും അകലെ നിന്ന് തൻ്റെ മരണമണി മുഴക്കുന്ന നമ്മുടെ രഥത്തെ തിളക്കമുള്ള തൻ്റെ കഴുത്ത് തിരിച്ച് പിന്നോട്ട് നോക്കിക്കൊണ്ട് ഓടുകയാണ്. Fear shrinks to half the body small. See how he fears the arrow fall. മരണഭയം കൊണ്ട് അവൻ്റെ ശരീരം പകുതി ചുരുങ്ങിയ നിലയിലാണ്. എൻ്റെ അമ്പിനെ അവൻ എത്രമാത്രം ഭയക്കുന്നു എന്ന് നോക്കൂ. ഷ്രിങ്സ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം. The path he takes is strewed with blades of grass half chewed. Strewed എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന എന്നാണ്. അവൻ ഓടുന്ന വഴിയിലുടനീളം പാതി തിന്ന പുൽത്തണ്ടുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. He leaps so often and so high, he does not seem to run but fly. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ ഉയർന്ന ചാടി ഓടുന്നത് കാണുമ്പോൾ അവൻ ഓടുകയല്ല പറക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. Pursue as I may, I can hardly keep him in sight. ഞാൻ എത്ര പിന്തുടർന്നിട്ടും അവനെ നമ്മുടെ ദൃഷ്ടിപരിധിയിൽ നിർത്താനേ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ തേരാളി പറയുകയാണ്, Your Majesty, I have been holding the horses back because the ground was rough. പ്രഭു, നിലം വളരെ കല്ലും പാറയും നിറഞ്ഞതായിരുന്നതുകൊണ്ട് ഞാൻ കുതിരകളെ അല്പം പിടിച്ചാണ് പായിച്ചിരുന്നത്. ദിസ് ഗേവ് ദ ഡിയർ എ ലീഡ്. അതിനാൽ തന്നെ മാനിന് ഒരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടാവണം. നൗ വി ആർ ഓൺ ലെവൽ ഗ്രൗണ്ട് ആൻഡ് യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം. ഇപ്പോൾ നമ്മളൊരു സമതല പ്രദേശത്ത് എത്തിയതുകൊണ്ട് അങ്ങേക്ക് അവനെ വളരെ വേഗം പിന്തുടരുന്ന വരുതിയിലാക്കാൻ കഴിയും. നാടകം അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ദ വാർണിംഗ്. എ വോയിസ് ബിഹൈൻഡ് ദ സീൻ.
വേദിയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. "ഓ കിങ്, ദിസ് deer belongs to the hermitage and must not be killed." ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ സന്യാസാശ്രമം. വളരെ പെട്ടെന്ന് വേദിയുടെ പിന്നിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. "അല്ലയോ രാജാവേ, ഈ മാൻ ആശ്രമത്തിൻ്റെതാണ്, അതിനെ കൊല്ലാൻ പാടില്ല." അപ്പോൾ തേരാളി പറയുകയാണ്, "Your Majesty, here are 2 hermits who have come to save the deer just when your arrow was about to fall." പ്രഭു, അങ്ങയുടെ അമ്പ് വീഴാൻ പോകുമ്പോഴേക്കും ഇതാ 2 സന്യാസിമാർ മാനിനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. കിങ് ഹേസ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ധൃതിയിൽ. "Stop the chariot." രഥം നിർത്തൂ. ചാരിറ്റിയർ, "Yes, your Majesty." ഉത്തരവ് പോലെ പ്രഭു. He stops the chariot. രഥം നിർത്തി. അപ്പോൾ രംഗത്തിലേക്ക് 2 സന്യാസിമാർ കടന്നു വരികയാണ്. "Enter a hermit with his pupil." പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ ശിഷ്യൻ. ഒരു സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും പ്രവേശിക്കുന്നു. Hermit lifting his hand. "Oh king, this deer belongs to the hermitage." രാജാവേ, ഈ മാൻ ആശ്രമത്തിൻ്റെതാണ്. "Why should his tender form expire as blossoms perish in the fire?" നയനമനോഹര പുഷ്പങ്ങൾ തീയിൽ വെന്ത് വെണ്ണീറാവുന്നത് പോലെ സുന്ദരനും നിർദോഷിയുമായി ഇവന്റെ ജീവൻ എന്തിന് അവസാനിപ്പിക്കണം? "How could that gentle life endure the deadly arrow sharp and sure?" നിങ്ങൾ തൊടുക്കുവാൻ പോകുന്ന ഉന്നം പിഴയ്ക്കാത്ത കഠിന കഠോര അമ്പിന്റെ ആഘാതം ഈ നിഷ്കളങ്ക ജീവൻ എങ്ങനെ സഹിക്കും? "Restore your arrow to the quill." നിങ്ങളുടെ അമ്പ് തിരികെ ഇടൂ. ക്വീർ എന്ന് പറഞ്ഞാൽ അമ്പ് ഇട്ട് വെക്കുന്ന തുട്ടിയുണ്ടല്ലോ, അമ്പ് തുട്ടി, അതിനാണ് ക്വീർ എന്ന് പറയുന്നത്. "To you where weapons lend the broken hearted to deliver, not to strike the innocent." നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകപ്പെട്ടത് നിരപരാധികളെ കൊല്ലാനല്ല, ദുർബലരെയും പീഡിതരെയും രക്ഷിക്കാനാണ്. കിങ് ബോയിങ് ലോ. "It's done." അദ്ദേഹം തലകുനിച്ചുകൊണ്ട് ആ സന്യാസി പറഞ്ഞതുപോലെ ചെയ്തു. Hermit joyfully. "A deed worthy of you, a shining example of kings." ഇത് നിങ്ങളുടെ മഹത്വത്തിന് യോജിച്ച പ്രവൃത്തിയാണ്, രാജാക്കന്മാർക്ക് ഒരു മാതൃക. അപ്പോൾ രാജാവ് പറയുകയാണ്, "I am thankful for your blessing." നിങ്ങളുടെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. The 2 hermits. "Oh king, we are on the way to gather firewood." അല്ലയോ രാജാവേ, ഞങ്ങൾ വിറക് ശേഖരിക്കാൻ പോകുന്ന വഴിയാണ്. "Here on the bank of Malini you may see the hermitage of Father Kanwa, over which Shakuntala presides as our guardian. Pray, enter here, receive welcome." ഇവിടെയുള്ള മാലിനി നദിയുടെ തീരത്താണ് കണ്ണോ മഹർഷിയുടെ ആശ്രമം. അവിടെ ശകുന്തളയാണ് അതിന്റെ പരിരക്ഷകയും വസതിയും. ദയവായി അങ്ങ് അവിടെ വന്ന് ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങും. കിങ്, "Is the hermit father there?" മഹർഷി പിതാവ് അവിടെയുണ്ടോ? The 2 hermits. "No, he has left his daughter to welcome guests and has just gone to സോമതീർത്ഥ." ഇല്ല, അദ്ദേഹം സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിഥികളെ സ്വീകരിക്കാൻ അദ്ദേഹം തന്റെ മകളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കിങ്, "Well, I'll see her. She shall see my devotion and report it to the sage." ശരി, നാം ശകുന്തളയെ സന്ദർശിക്കുന്നതാണ്. എൻ്റെ ഭക്തി അവൾ കാണുകയും മഹർഷി പിതാവിനെ അറിയിക്കുകയും ചെയ്യട്ടെ. The 2 hermits. "Then we will go on our way." അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോവുകയാണ്. King, "Charioteer, drive on. A sight of the pious hermitage will purify us." സാരഥി, മുന്നോട്ട് പോകൂ. ഈ പവിത്രമായ ആശ്രമത്തിന്റെ ദർശനം പോലും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. "Yes, your Majesty." "അതെ പ്രഭു," ചാരിറ്റിയർ പറഞ്ഞു. King, looking about. "One would know without being told that this is the precinct of a pious grove." ഇത് ഒരു പരിപാവനമായ ആശ്രമത്തിന്റെ പരിസര പ്രദേശമാണെന്ന് ആരും പറയാതെ തന്നെ ആർക്കും മനസ്സിലാവുന്നതാണ്. ചാരിറ്റിയർ, "How so?" അതെങ്ങനെയാണ്? King, "Do you not see why here are rice grains dropped from the bills of parrot chicks beneath the trees?" തത്തക്കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിൽ നിന്നും കൊഴിഞ്ഞു വീണ ഗോതമ്പ് മണികൾ ഈ വൃക്ഷങ്ങളുടെ അടിയിൽ നിലത്ത് വീണ് കിടക്കുന്നത് നീ കാണുന്നില്ലയോ? "And pounding stones where sticks a little almond oil." ഇതാ ഇവിടെ സ്ത്രീകൾ ധാന്യം പിടിക്കുന്ന കല്ലുകൾ, അവയിൽ അല്പം ബദാം എണ്ണയുടെ പാടുകളും കാണാം. "And trustful deer that do not run away as we drew near." ഇവിടെ മനുഷ്യനോട് ഇണങ്ങിക്കഴിയുന്ന മാനുകളുണ്ട്, നാം അടുത്തു വരുമ്പോഴും അവ പേടിച്ച് ഓടുന്നില്ല. ചാരിറ്റിയർ, "It's all true." അതെ പ്രഭു, എല്ലാം അങ്ങ് പറഞ്ഞത് എല്ലാം സത്യമാണ്. King, "We must not disturb the hermitage. Stop here while I dismount." ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. നമുക്ക് ആശ്രമത്തെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അലട്ടാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാനിവിടെ ഇറങ്ങട്ടെ. He dismounts and looks at himself. അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങിയിട്ട് സ്വയം ഒന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
One should wear modest garments on entering a hermitage. Take these jewels and the bow. മോഡസ്റ്റ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലളിതമായ വസ്ത്രങ്ങൾ. ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ ലളിതമായ വസ്ത്രങ്ങളാണ് ഒരാൾ ധരിക്കേണ്ടത്. ഈ ആഭരണങ്ങളും വില്ലും നിന്റെ പക്കൽ വെച്ചോളൂ. യെസ് യുവർ മാജസ്റ്റി, ചാരിറ്റിയർ സെഡ്. രാജാവ് പറഞ്ഞത് അതേ എന്ന് പറഞ്ഞ് ചാരിറ്റിയർ പിന്താങ്ങി. എന്നിട്ട് ചാരിറ്റിയർ പുറത്തേക്ക് പോവുകയാണ്. കിങ് വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട് ദ ഹെർമിറ്റേജ്. വെൽ ഐ ലെൻഡർ. അദ്ദേഹം ആ ആശ്രമത്തിൽ നോക്കി സ്വയം പറയുകയാണ്, ഞാൻ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ നാടകത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ശാകുന്തള ആൻഡ് ദ ജാസ്മിൻ വൈൻ. വൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി, മുല്ലവള്ളി. അതിനാണ് ജാസ്മിൻ വൈൻ എന്ന് പറയുന്നത്. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. ദിസ് വേ ഗേൾസ്. അപ്പോൾ വേദിക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദമുയർന്ന് കേൾക്കുകയാണ്. ഈ വഴിയെ വരൂ കൂട്ടുകാരി. ഐ തിങ്ക് ഐ ഹിയർ സമൺ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രൂവ്. തപോവനത്തിൻ്റെ വലത് ഭാഗത്ത് ആരോ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നു. ഹി വാക്സ് ആൻഡ് ലുക്ക് അബൌട്ട്. അവൻ ചുറ്റും നടന്ന് അത് ആരാണെന്ന് പരതുന്നു. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ് വിത്ത് വാട്ടറിംഗ് പോട്ട്സ്. ദേ ആർ കമ്മിങ് ഇൻ ദ ഡിറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്. ആശ്രമകന്യകമാരാണല്ലോ ഇത്. ഇവിടെയുള്ള ചെറുവൃക്ഷങ്ങൾക്ക് വെള്ളം നനയ്ക്കാൻ ചെറുകുടങ്ങളുമായി അവർ വരികയാണ്. ഈ വരികൾ ആശ്രമ ജീവിതത്തിൻ്റെ സവിശേഷതയായ പ്രകൃതി സ്നേഹം, പരിപാലനം, ലാളിത്യം എന്നിവയെ തുറന്നു കാണിക്കുന്നു. കിങ്, ഐ വിൽ ഡ്രൂ ബാക്ക് ഇൻ ടു ദ ഷെയ്ഡ് ആൻഡ് വെയിറ്റ് ഫോർ ദം. ഞാൻ ഈ മരത്തണലിലേക്ക് മാറി നിന്ന് അവരെ നിരീക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ രാജാവ് അവരെ നേരിട്ട് സമീപിക്കുന്നില്ല, മറിച്ച് ശാന്തമായി അവരെ നിരീക്ഷിക്കുകയാണ്. ഹി സ്റ്റാൻഡ്സ് ഗേസിംഗ് അറ്റ് ദം. എൻ്റർ ശകുന്തള ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ്. ഗേസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ആകർഷിതനായി നോക്കുന്നതിനെയാണ്. ദുഷ്യന്ത രാജാവ് അവരെ അങ്ങനെ നോക്കി മറഞ്ഞു നിൽക്കുകയാണ്. ശകുന്തളയും അവളുടെ 2 സുഹൃത്തുക്കളും വേദിയിലേക്ക് പ്രവേശിക്കുന്നു. അനസൂയ. ഇറ്റ് സീംസ് ടു മീ ഡിയർ that Father Kanwa care more for the hermitage trees than he does for you. പ്രിയ ശകുന്തളെ, എനിക്ക് തോന്നുന്നു കണ്ണോ മഹർഷിക്ക് നിന്നേക്കാളേറെ പ്രിയം ഈ ആശ്രമത്തിലെ ഈ മരങ്ങളെയാണ്. You are delicate as jasmine blossom, yet he tells you to fill the trenches about the trees. Delicate എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, വളരെ നേർത്ത അല്ലെങ്കിൽ മൃദുവായ. അനസൂയ compares Shakuntala to the jasmine blossoms to highlight her beauty and delicacy. This line shows the simple and a nature-loving life in the hermitage. നീ വിരിഞ്ഞ ഒരു മുല്ലപ്പൂ പോലെ മൃദുവും സുന്ദരിയുമായിട്ടും ഈ മരങ്ങൾക്ക് വെള്ളമൊഴിക്കുവാൻ അദ്ദേഹം നിന്നെ നിയോഗിച്ചുവല്ലോ എന്നാണ് അനസൂയ പറയുന്നത്. ഇവിടെ ശകുന്തളയുടെ സൗന്ദര്യം ജാസ്മിൻ ബ്ലോസം എന്ന ഉപമയിലൂടെ വിവരിക്കുന്നു. അവൾ വളരെ സുന്ദരിയും നിർമ്മലയുമാണെന്ന് പറയുകയാണ് ഇവിടെ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ തോഴിമാർക്കൊപ്പം കഠിനാധ്വാനം ചെയ്യുന്നു. ഇതും പ്രകടമാക്കുന്നത് ആശ്രമജീവിതത്തിൻ്റെ ലാളിത്യവും പ്രകൃതിയോടുള്ള താതാത്മ്യപ്പെടലുമാണ്. ശകുന്തള. ഇറ്റ് ഈസ് ഇൻ ഫാദേഴ്സ് ബിഡിങ്. ഐ ഫീൽ ലൈക്ക് റിയൽ സിസ്റ്റർ ടു ദം. ബിഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിർദ്ദേശം എന്നാണ് അർത്ഥമാക്കുന്നത്. ശകുന്തളയുടെ സ്വഭാവത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന വരികളിൽ ഒന്നാണിത്. ശകുന്തള പറയുന്നു, ഇത് അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് ഈ ചെറുമരങ്ങൾ എൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ്. ഇവിടെ ശകുന്തള പറയുന്നത് അവൾ മരങ്ങൾക്ക് വെള്ളമൊഴിക്കുന്നത് ആരുടെയും നിർബന്ധം കൊണ്ടല്ല. അവൾക്ക് അവരോടൊരു ആത്മബന്ധമുണ്ട്. അവൾ പ്രകൃതി അവളുടെ കുടുംബാംഗമായി കാണുന്നു. ഇത് ആശ്രമജീവിതത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. ഷീ വാട്ടേഴ്സ് ദ ട്രീസ്. അവൾ മരങ്ങൾക്ക് വെള്ളമൊഴിക്കുന്നു. പ്രിയംവദ ശകുന്തളയോട് പറയുകയാണ്, ശകുന്തള, we have watered the trees that blossoms in the summer time. Now let's sprinkle those whose flowering time is past. That will be better deed because we shall not be working for reward. ശകുന്തളെ, വേനൽക്കാലത്ത് പൂക്കുന്ന മരങ്ങൾക്ക് നാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി പുഷ്പകാലം കഴിഞ്ഞ മരങ്ങൾക്കും നമുക്ക് വെള്ളം തളിക്കാം. അങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടി നല്ല പ്രവൃത്തിയാകും. കാരണം നമ്മുടെ ചെയ്തികൾ പ്രതിഫലേച്ഛ കൂടാതെയുള്ളതാണ്. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, റിവാർഡ് എന്ന് പറഞ്ഞാലോ പ്രതിഫലം. ബ്ലോസം പുഷ്പിക്കുക, സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ തളിക്കുക. ഈ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇവിടെ പ്രിയംവദ പറയുന്നത്, പൂക്കുന്ന മരങ്ങൾക്ക് വെള്ളം കൊടുത്താൽ അതിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാം. ഒരു തരത്തിൽ അത് പൂക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് റിവാർഡിങ്. പക്ഷെ പൂക്കാലം കഴിഞ്ഞവയ്ക്ക് വെള്ളം കൊടുത്താലോ ശുദ്ധമായ സ്നേഹവും കരുണയും കൊണ്ടാണത്. അതിനാൽ അത് കൂടുതൽ മഹത്തരമായ പ്രവൃത്തിയാണ് എന്നാണ് പ്രിയംവദ പറയുന്നത്. ദിസ് ഷോസ് ദ മോറൽ വാല്യൂസ് ഓഫ് ഹെർമിറ്റ് ലൈഫ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നിസ്വാർത്ഥ സേവനം, സെൽഫ്ലെസ് സർവീസ്.
പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നന്മ, ആശ്രമ ജീവിതത്തിൻ്റെ ആത്മീയത എന്നിവയൊക്കെയാണ്. പ്രകൃതിയോടുള്ള കരുണ, ധാർമ്മിക ബോധം, ലാളിത്യ ജീവിതം ഇതൊക്കെയും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ശകുന്തള പറയുകയാണ്, വാട്ട് എ പ്രിറ്റി നോഷൻ ഷീ ഡസ് സോ. എത്ര മനോഹരമായ ആശയം. ഇത് ശകുന്തളയുടെ മനസ്സിൻ്റെ സൗന്ദര്യം കാണിക്കുന്ന ഒരു ചെറിയ പക്ഷെ പ്രധാന വരിയാണ്. ഇവിടെ ശകുന്തളയുടെ സ്വഭാവം വളരെ വ്യക്തമാണ്. നല്ല ആശയം കേൾക്കുമ്പോൾ അത് ഉടൻ അംഗീകരിക്കുന്നു, നടപ്പിലാക്കുന്നു. അതായത് അവളും നിസ്വാർത്ഥ സേവന സന്നദ്ധയാണ്. കിങ് ടു ഹിംസെൽഫ്, രാജാവ് തന്നോട് തന്നെ പറയുകയാണ്, ആൻഡ് ദിസ് ഈസ് കണ്വസ് ഡോട്ടർ ശകുന്തള. ഇവൾ തന്നെയാണ് കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തള. ശകുന്തള ലുക്കിംഗ് ahead. Oh girls, that mango tree is trying to tell me something with his branches that moves in the wind like fingers. നോക്കൂ കൂട്ടുകാരികളെ, ആ തെന്മാവ് കാറ്റിൽ തൻ്റെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് എന്നോട് എന്തോ പറയുന്നത് പോലെയുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന ലിറ്റററി ഡിവൈസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആ മാവിന് മനുഷ്യ സ്വഭാവം സങ്കല്പിച്ച് നൽകുന്നു. അത് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ലിവിങ് തിങ്സ് ഓർ ആനിമൽസ്. പ്രകൃതിയിലുള്ള നോൺ ലിവിങ് തിങ്സിന് മനുഷ്യരുടെ ഗുണങ്ങൾ സങ്കല്പിച്ച് നൽകുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ശകുന്തള, ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം. ഞാൻ അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ഷീ വാക്സ് ടുവേർഡ്സ് ദ മാംഗോ ട്രീ. പ്രിയംവദ, ദേ ശകുന്തള, സ്റ്റാൻഡ് റൈറ്റ് വേ യു ആർ എ മിനിറ്റ്. ശകുന്തളെ, ഒരു നിമിഷം അവിടെ നിൽക്കും. ശകുന്തള, വൈ? പ്രിയംവദ, വെൻ ഐ സീ യു ദേർ ഇറ്റ് ലുക്ക് ആസ് ഇഫ് എ വൈൻ വെ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ. നീ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ തേന്മാവിൽ ഒരു വള്ളിച്ചെടി ചുറ്റിപ്പടർന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകാത്മക വരിയാണ്. ഇവിടെ പ്രിയംവദ പറയുന്നത് ശകുന്തള ആ മാവിനടുത്ത് നിൽക്കുമ്പോൾ അവൾ ഒരു വള്ളിയെപ്പോലെ തോന്നുന്നു എന്നാണ്. മാവിൽ പടർന്നു കിടക്കുന്ന വള്ളി എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭാര്യാഭർതൃബന്ധത്തെയാണ്. ഇത് ഭാവിയിൽ അവൾക്ക് ദുഷ്യന്തനുമായി ഉടലെടുക്കാൻ പോകുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന സിംബോളിക് ഹിൻ്റാണ്. അനസൂയ, ഓ ശകുന്തള, ഹിയർ ഇസ് എ ജാസ്മിൻ വൈൻ ദാറ്റ് യു നെയ്മഡ് ലൈറ്റ് ഓഫ് ദി ഗ്രോവ്. ശകുന്തളെ, ദാ നോക്കൂ, തപോവനത്തിൻ്റെ പ്രകാശമെന്ന് നീ പേരിട്ട് വിളിക്കുന്ന ആ മുല്ലവള്ളി ഇവിടെയുണ്ട്. അനസൂയ, ഷീ ഹാസ് ചോസൻ ദ മാംഗോ ട്രീ ആസ് എ ഹസ്ബൻഡ്. അവൾ ആ തെന്മാവിനെ തൻ്റെ ഭർത്താവാക്കിയെന്ന് തോന്നുന്നു. അനസൂയ തമാശയായി പറയുമ്പോഴും ശകുന്തള ജീവിതത്തിൽ ഉടൻ വിവാഹം നടക്കും എന്നതിൻ്റെ ഒരു മുൻസൂചനയാണിത്. ശകുന്തള, ഐ സീ വൈ ദേ കോൾ യു എ ഫ്ലാറ്ററർ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എല്ലാവരും നിന്നെ പുകഴ്ത്തി പറയുന്നവൾ എന്ന് വിളിക്കുന്നത്. ശകുന്തള പ്ലേഫുള്ളി കോൾസ് എ ഫ്രണ്ട് എ ഫ്ലാറ്ററർ because she compares the jasmine wine to her and hints at her future marriage. ഇത് തികച്ചും നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെ ലളിതവും സ്നേഹവുപരമായ നിമിഷമാണ്. കിങ് ടു ഹിംസെൽഫ്, രാജാവ് തന്നോട് തന്നെ പറയുകയാണ്, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ. പുകഴ്ത്തി പറഞ്ഞതാണെങ്കിലും അവൾ പറഞ്ഞത് സത്യമാണ്. Her arms are tender shoots, her lips are blossom red and warm. Tender shoots എന്ന് പറഞ്ഞാൽ ഇളം നാമ്പ് അല്ലെങ്കിൽ പുതുനാമ്പ്. അവളുടെ കൈകൾ മൃദുവായ വള്ളിച്ചെടികളുടെ പുതുനാമ്പ് പോലെയും ചുണ്ടുകൾ ചുവന്ന പൂക്കളെ പോലെയും കാണുന്നു. ഈ വാചകം ശകുന്തളയുടെ ചുണ്ടുകളെ ചുവന്ന പുഷ്പങ്ങളോട് ഉപമിച്ച് അവയുടെ സൗന്ദര്യം, പുതുമ, യൗവനം, തിളക്കം എന്നിവയൊക്കെ എടുത്തു കാട്ടുകയാണ്. Bewitching youth begins to flower in beauty on her form. അവളുടെ ശരീരത്തിൽ ആരെയും മോഹിപ്പിക്കുന്ന യൗവനം അതിമനോഹരമായി വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ദുഷ്യന്തൻ മഹാരാജാവ് ശകുന്തളയെ വളരെ ആരാധനയോടെ നോക്കിക്കാണുകയാണ്. കിങ് ദുഷ്യന്ത തിങ്സ് ശകുന്തള ഈസ് നാച്ചുറലി ബ്യൂട്ടിഫുൾ ലൈക്ക് ദ പ്ലാന്റ്സ് അറൗണ്ട് ഹർ. Her gentle nature, soft arms, bright lips, and the youthful charm make her resemble blooming flower. He is respectfully enchanted. ശകുന്തളയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയാണ്. അവളെ പ്രകൃതിയിലെ ഘടകങ്ങളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. അവളുടെ കൈകളെ പുതുനാമ്പിനോടും അധരങ്ങളെ പൂക്കളോടും അവളിലെ യുവത്വത്തെ വിരിയുന്ന പൂവിനോടും താരതമ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെയും ശകുന്തളയും അദ്ദേഹം ഇവിടെ ഒന്നായി നോക്കിക്കാണുകയാണ്. ബെവിച്ചിങ് യൂത്ത് മീൻസ് ആകർഷകമായ യൗവനം. ശകുന്തള അപ്രോച്ചസ് ദ വൈൻ ജോയ്ഫുള്ളി. വാട്ട് എ പ്രിറ്റി പെയർ ദേ മേക്ക്. എത്ര മനോഹരമായ ഇണകളെ പോലെയാണ് അവർ കാണപ്പെടുന്നത്. ശകുന്തള, ദ ജാസ്മിൻ ഷോസ് her youth in her fresh flowers and the mango tree shows his strength in his ripening fruit. Ripening എന്ന് പറഞ്ഞാൽ പാകമായ എന്നാണ്. മുല്ലവള്ളി തൻ്റെ യൗവനം പുത്തൻ പൂക്കളിലൂടെ പ്രകടമാക്കുമ്പോൾ തേന്മാവാകട്ടെ പാകമായ മാമ്പഴത്തിലൂടെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നുവെന്ന് ശകുന്തള പറയുകയാണ്. She stands gazing at them.
അവൾ അവരെ നോക്കി ആസ്വദിച്ച് നിൽക്കുന്നു. അനസൂയ, ലുക്ക് ശകുന്തള, ഹിയർ ഇസ് എ സ്പ്രിംഗ് ക്രീപ്പർ ദാറ്റ് ഫാദർ കൻവ ടെൻഡഡ് വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ് ജസ്റ്റ് ആസ് ഹി ഡിഡ് യു. ശകുന്തളയെ നോക്കൂ, കണ്വ മഹർഷി നിന്നെപ്പോലെ തന്നെ തൻ്റെ സ്വന്തം കൈകൊണ്ട് പരിപാലിച്ചു പോരുന്ന വേനൽക്കാല വള്ളിവൃക്ഷം ഇവിടെ തന്നെയുണ്ട്. നീ അവളെ മറന്നു പോവുകയാണ്. ശകുന്തള ഗോസ് ടു ദ ക്രീപ്പർ ജോയ്ഫുള്ളി. വണ്ടർഫുൾ, വണ്ടർഫുൾ. ശകുന്തള, പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു. പ്രിയംവദേ, എനിക്ക് നിന്നോടൊരു സന്തോഷ വർത്തമാനം പറയുവാനുണ്ട്. പ്രിയംവദ, വാട്ട് ഈസ് ഇറ്റ് ഡിയർ? എന്താണ് പ്രിയേ? ശകുന്തള, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ, ബട്ട് ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. ഇത് വള്ളിച്ചെടി തളിരിടുന്ന കാലമല്ലാതിരുന്നിട്ടും അടിമുടിയും മുളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണയായി വസന്തകാലത്ത് മാത്രം പൂക്കുന്ന വള്ളി ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് പുറത്തും മുളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ പ്രകൃതി ദൃശ്യ വിവരണം മാത്രമല്ല, മറിച്ച് ഇതിന് വളരെ സിംബോളിക്കായ ഒരു മീനിങ് ഉണ്ട്. സ്പ്രിംഗ് ക്രീപ്പർ, വള്ളിച്ചെടി, ശകുന്തളയെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ബഡ്സ്, പുതുനാമ്പ്, വിരിയാൻ പോകുന്ന അവളുടെ യുവത്വം അല്ലെങ്കിൽ പ്രണയത്തെ സൂചിപ്പിക്കുന്നു. ഔട്ട് ഓഫ് സീസൺ എന്നതുകൊണ്ട് അപ്രതീക്ഷിത സമയത്ത് ആരംഭിക്കുന്ന അവളുടെ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശകുന്തളയുടെ യുവത്വവും പ്രണയവും വിരിയാൻ പോകുന്നു എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത്. ദ ടു ഫ്രണ്ട്സ് റണ്ണിങ് അപ്പ്. റിയലി? ശകുന്തള, ഓഫ് കോഴ്സ്, കാൻറ്റ് യു സീ? തീർച്ചയായും നിങ്ങൾക്കിത് കാണാനാവുന്നില്ലേ? പ്രിയംവദ, ലുക്കിംഗ് അറ്റ് ഇറ്റ് joyfully. And I have something pleasant to tell you. You are to be married soon. പ്രിയമത പറയുകയാണ്, എനിക്കും നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നീ ഉടൻ വിവാഹിതയാകാൻ പോവുകയാണ്. അകാലത്തിൽ മുളയിട്ട വസന്തവല്ലിയെ കണ്ട സന്തോഷത്തിൽ പ്രിയംവദ ശകുന്തളയെ കളിയാക്കി പറയുന്ന വാചകമാണിതെങ്കിലും സംഭവിക്കാനിരിക്കുന്നതിൻ്റെ ഒരു മുൻസൂചനയായി ഈ വാചകം നിലനിൽക്കുന്നു. അനസൂയ, പ്രിയംവദ, ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. പ്രിയംവദേ, അതുകൊണ്ടാണ് ശകുന്തള ഈ വസന്തവള്ളിക്ക് ഇത്ര സ്നേഹത്തോടെ വെള്ളമൊഴിക്കുന്നത് എന്ന് കൂട്ടുകാരിക്കൊപ്പം ചേർന്ന് അനസൂയയും അവളെ കളിയാക്കുന്നു. സ്പ്രിംഗ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ വസന്തകാലത്ത് പൂക്കുന്ന വള്ളിച്ചെടി എന്ന്. ശകുന്തള, ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡൻ ഐ ഗിവ് ഹർ വാട്ടർ? അവൾ എൻ്റെ സഹോദരിയാണ്, അവൾക്ക് ഞാൻ എന്തുകൊണ്ട് വെള്ളം കൊടുക്കാതിരിക്കണം? ഷീ ടിപ്സ് ഹർ വാട്ടർ പോട്ട്. അവൾ ആ ചെടിയെ വീണ്ടും നനയ്ക്കുന്നു. ശകുന്തള, ഓ ഓ, a bee has left the jasmine vine and is flying into my face. She appears annoyed by the bee. Oh girl, save me from the dreadful bee. അയ്യോ, ആ മുല്ലവള്ളിയിൽ നിന്ന് ഒരു തേനീച്ച എൻ്റെ മുഖത്തേക്ക് പറന്നു വരുന്നു. She appears annoyed by the bee. അവൾ തേനീച്ചയെ കണ്ട് ഭയചകിതയായി നിൽക്കുന്നു. ഇവിടെ തേനീച്ച പ്രകൃതിയിലെ ഒരു സാധാരണ ഘടകമാണ്, പക്ഷേ നാടകത്തിൽ ഇതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. തേനീച്ചയെ പ്രണയത്തിൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തേനീച്ച പൂവിലേക്ക് വരുന്നത് പ്രണയിനിയുടെ ആകർഷണം കൊണ്ടാണെന്നും ഒരു നെറേറ്റീവുണ്ട്. ശകുന്തള, ഓ ഗേൾസ്, സേവ് മീ ഫ്രം ദി ഡ്രെഡ്ഫുൾ ബീ. കൂട്ടുകാരികളെ, ഈ ഭയാനകമായ തേനീച്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് അവൾ ഉറക്കെ നിലവിളിക്കുകയാണ്. അനസൂയ ആൻഡ് പ്രിയംവദ സ്മൈലിംഗ്. Who are we to save you? Call upon King Dushyanta. He is a protector of the grove. രാജാവായ ദുഷ്യന്തനെ വിളിക്കൂ, ഈ വനത്തെ സംരക്ഷിക്കുന്നത് അവനല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, വലിയൊരു നാടകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്കിവിടെ പാഠ്യവിഷയമായി തന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയ ലഭ്യതയ്ക്കനുസരിച്ച് ഈ നാടകം മുഴുവനായി മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമാവും. അക്കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയിക്കാവുന്നതാണ്. അടുത്ത പാഠഭാഗവുമായി ഐ വിൽ സീ യു വെരി സൂൺ. ടിൽ ദെൻ, ലേൺ ആൻഡ് ഹാവ് ഫൺ.